എല്ലാവർക്കും വസ്ത്രം എടുത്തു കഴിഞ്ഞു. അവൻ ഇതുവരെ സാരി ഉടുത്ത് പുറത്ത് വന്നിട്ടില്ല. സാരി ഉടുക്കാൻ എന്തോ അറിയാത്ത പോലെ. അതാ ആവനി വരുന്നുണ്ടല്ലോ. എങ്ങനെയുണ്ട് ആന്റി? ആവറേജ് ആയിട്ടുണ്ട്. അങ്ങനെ എന്താ പറയുന്ന നിഹാരിക? ആവനി എടുത്തതുകൊണ്ട് സാരിക്കാണോ, സാരി എടുത്തോണ്ട് ആവനിക്കാണോ ഭംഗിയെന്ന എന്റെ സംശയം. ആവനി സാരി എടുത്തോണ്ട് നടന്നു വന്നപ്പോ ഒരു ചിത്രശലഭം പറന്നു വരുന്ന പോലെ എനിക്ക് തോന്നിയത്. എന്താ ശ്രീകരേട്ടാ, പെട്ടെന്നൊരു കവിയൊക്കെ ആയിട്ട് മാറിയല്ലോ. ഇങ്ങനെ പോയാ ഒരു ഗ്രന്ഥം തന്നെ എഴുതൂന്ന് തോന്നുന്നുണ്ടല്ലോ. കണ്ണില് ഭംഗിയുള്ള കാര്യം കാണുമ്പോ മനസ്സറിഞ്ഞൊന്ന് പ്രശംസിച്ചില്ലെങ്കിൽ അത് വലിയ തെറ്റായിരിക്കും നിഹാരിക. എന്നോട് എപ്പോഴെങ്കിലും ഇതുപോലെ പറഞ്ഞിട്ടുണ്ടോ? നിന്നെ ഇത്രയും ഭംഗിയില് മുമ്പ് കണ്ടിട്ടില്ലാത്തോണ്ടായിരിക്കും. കണ്ടോ അമ്മയോട് സംസാരിക്കുന്നൊക്കെ? അയ്യോ, തമാശക്ക് പറയുന്ന ഓരോ കാര്യങ്ങളും എങ്ങനെ സീരിയസ് ആയിട്ട് എടുത്താൽ എങ്ങനെയാ നിഹാരിക? അമ്മേ, സാരി എങ്ങനെയുണ്ടെന്ന് പറ. സുജാതയുടെ അനിയത്തി ശരിക്കും ആവനിയെ പോലെ തന്നെയുണ്ടെന്ന് നീ പറഞ്ഞതുകൊണ്ട് ആവനിക്ക് ചേരുന്നത് പോലെ ഞങ്ങളുടെ അനന്തരവൾക്ക് ഇത് നന്നായിട്ട് തന്നെ ചേരും. നിന്നെ കാണാൻ ഈ സാരിയിലെ മഹാലക്ഷ്മി പോലെ ഉണ്ട് മോളെ. താങ്ക് യു അങ്കിൾ. അതല്ല നിഹാരിക, ഇത്ര പേർക്കും ഇഷ്ടമായിട്ടും നിനക്ക് മാത്രം എന്താ ഇഷ്ടപ്പെടാത്തെ? എല്ലാവർക്കും എല്ലാം ഇഷ്ടാവണമെന്ന് നിയമമൊന്നും ഇല്ലല്ലോ ശ്രീകരേട്ടാ. എനിക്കോ ഈ ഉടുത്ത സാരിക്കോ ഒരു കുഴപ്പമില്ല ശ്രീകർ സർ. നിഹാരിക കാണുന്ന കാഴ്ചയല്ല കുഴപ്പമുള്ളത്. അങ്ങനെ കരുതുന്നത് നിന്റെ വിഡ്ഢിത്തം. ശരി ശരി, ഇനി നിർത്തിക്കോ, സമയം കുറയായി, ഇനി പോകാൻ നോക്കാം. സാരി മാറ്റിയിട്ട് വാ മോളെ, അപ്പോഴേക്കും ഞങ്ങൾ പോയി ബില്ല് പേ ചെയ്യാം. ശരി ആന്റി. ഇന്ന് നമുക്ക് പോവാൻ വായിട്ട. എന്താ ഇങ്ങനെ നോക്കുന്നേ? ഒരുപാട് ഓവറാകുന്നുണ്ട്. നിന്നെക്കാളും ശരിക്കും നീ അങ്ങ് സുജാതയുടെ അനിയത്തിയായ പോലെ ബിൽഡപ്പ് കൊടുക്കുന്ന എന്താ? പെറ്റാലെ അമ്മയാകുന്നും കൂടെ പിറന്നാലെ അനിയത്തിയാവുന്നും എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? മനസ്സ് നല്ലതാണെങ്കിൽ ബന്ധങ്ങൾക്ക് ശക്തിയുണ്ടാവും. നിന്നെപ്പോലുള്ളവർക്ക് അത് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലെന്നേ. ശ്രീകരനെ എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയതിന്റെ കുശുമ്പ് കൊണ്ടല്ലേ ഈ കാണിക്കുന്നതൊക്കെ? നീ എന്ത് വേണമെങ്കിലും പ്ലാൻ ചെയ്തു, എനിക്കൊരു കുഴപ്പമില്ല. നിന്റെ ആരായിട്ടാ നീ ഇതൊക്കെ ചെയ്യുന്ന?
ഇതിൽ നിന്റെ ലാഭം എന്താണെന്ന് പറ. സമയാകുമ്പോ എല്ലാം അറിയാലോ. അതിനുള്ളിൽ നിന്റെ സ്വഭാവം ഞാൻ അറിയിക്കും. സ്വപ്നം കാണണ്ട. സ്വപ്നം കാണുക മാത്രമല്ല, അതെങ്ങനെ യാഥാർത്ഥ്യമാക്കണമെന്നും എനിക്കറിയാം. ആഗ്രഹങ്ങൾക്ക് അതിര് വേണം. അതിരുകളൊന്നും ഇല്ലാത്ത ചില ബന്ധങ്ങളുണ്ടാവും. അതിനൊന്നും തടസ്സമാവില്ല. നീ സ്നേക്സ് ആൻഡ് ലാഡേഴ്സിലെ ലാഡർ ആണെങ്കിൽ ഞാനതിലെ പാമ്പാണ്. നീ എത്ര തവണ എത്രയൊക്കെ പടികൾ കയറി ശ്രീകരേട്ടനെ സ്വന്തമാക്കാൻ വേണ്ടി എന്തൊക്കെ പ്രയത്നിച്ചാലും ഒരു മടിയും ഇല്ലാതെ ഞാൻ നിന്നെ വിഴുങ്ങിക്കളയും. നിന്നെ പോലുള്ള പാമ്പുകളെ മറികടക്കാനുള്ള ശക്തി എനിക്കുണ്ട്. പക്ഷെ അതിന് കുറച്ച് സമയമെടുക്കുമെന്ന് മാത്രം. നാളെ എന്റെ വീട്ടിൽ കറുവാചോതി ഫംഗ്ഷൻ ഉണ്ട്. അതിലെ സുപ്രധാന ചടങ്ങ് എന്താണെന്ന് അറിയാമോ? ചന്ദ്രന് മുന്നിൽ ദീപവും അക്ഷതങ്ങളും സമർപ്പിച്ചതിന് ശേഷം ജല്ലടിയിൽ ഭർത്താവാകാൻ പോകുന്ന ആളെ നോക്കണം. നാളെ ഞാൻ ജല്ലടിയിലൂടെ ശ്രീകരേട്ടനെ നോക്കും. നിശ്ചയം കഴിഞ്ഞതുകൊണ്ട് പാതി കല്യാണം കഴിഞ്ഞല്ലോ. ഇനി ജല്ലടിയിലൂടെ നോക്കിയാ കല്യാണം പൂർണ്ണമായിട്ടും കഴിഞ്ഞതുപോലെയാ കണക്ക്. അത് കഴിഞ്ഞ ശേഷം മണ്ഡപത്തിലെ കല്യാണം എന്നൊക്കെ പറയുന്നത് ജസ്റ്റ് ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടി മാത്രം. ഫംഗ്ഷൻ കഴിഞ്ഞ ശേഷം ഞങ്ങളുടെ ബന്ധം ഒന്നും കൂടി ശക്തിപ്പെടും. ഞങ്ങൾക്കിടയിൽ ഏത് ദുഷ്ടശക്തി വന്നാലും ഞങ്ങളെ വേർപെടുത്താൻ കഴിയില്ല. നിനക്കിപ്പോ ഒരു ഗ്രഹണമായിട്ട് മാറി എന്നെ വിഴുങ്ങിക്കളയാനൊക്കെ തോന്നുന്നുണ്ടാവും. പക്ഷെ ഞാനാ നിന്നെ വിഴുങ്ങാൻ പോകുന്ന ഗ്രഹണം. നിന്നെ ശാശ്വതമായി ഒരു വെളിച്ചവും ബാക്കി വെക്കാത്ത രീതിയിൽ വിഴുങ്ങും ഞാൻ. പേടിയാവുന്നുണ്ടോ? കാലിനടിയിൽ നിന്നെന്തോ ഒലിച്ചു പോകുന്നത് പോലെ, തലയ്ക്ക് മുകളിൽ എന്തോ ഭാരം വന്നിരിക്കുന്ന പോലെ തോന്നുന്നുണ്ടോ? ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നവളാ. അവസാന നിമിഷത്തിലെങ്കിലും എനിക്ക് ദൈവത്തിന്റെ സഹായം ലഭിച്ചിരിക്കും. ഹ, നീ ഇങ്ങനെ കാറ്റത്ത് ദീപം തെളിയിച്ചുകൊണ്ടിരുന്നു. അപ്പോഴേക്കും ഞാൻ ചെയ്യാനുള്ളതൊക്കെ ഞാൻ അങ്ങ് ചെയ്തോളാം. എല്ലാം നീ വിചാരിച്ച പോലെ നടക്കുന്നുള്ള വിശ്വാസം എന്തുകൊണ്ടാ? എപ്പോ എന്ത് സംഭവിക്കുമെന്ന് ആർക്കറിയാം? ഞാൻ പറഞ്ഞത് സംഭവിച്ചിരിക്കും. ജസ്റ്റ് വെയിറ്റ് ആൻഡ് വാച്ച്. അതെ അമ്മേ, ഞങ്ങൾ എന്നാ പോയിക്കോട്ടെ. ശരി മോളെ. നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടി അച്ഛനും അമ്മയും കോൾ ചെയ്തോളൂ അമ്മേ. അങ്ങനെ ആയിക്കോട്ടെ മോളെ. എടാ, നിഹാരികയുടെ വീട്ടിൽ നീ അഡ്ജസ്റ്റ് ആയില്ലേ? ഉറക്കം കിട്ടുന്നില്ലേ? നന്നായിട്ട് ഉറങ്ങി അച്ഛാ. അതാ എനിക്ക് ശരിക്കും അത്ഭുതം. നീ കൊടുത്ത മരുന്ന് നിനക്ക് അനുകൂലമായി വർക്ക് ചെയ്യുന്നില്ലല്ലോ, അതുകൊണ്ട്. ആ കാര്യം നിനക്കെങ്ങനെ അറിയാം? എങ്ങനെയാണെന്നാൽ ബോട്ടിലുള്ള മരുന്ന് അത് മാറിപ്പോയതുകൊണ്ട്. രണ്ടുപേരും പരസ്പരം സംസാരിച്ച് ഒരുമിച്ച് നിൽക്കണം മക്കളെ. കല്യാണം ആവുമ്പോഴേക്കും രണ്ടു മനസ്സുകളും പാലിൽ വെള്ളം ചേരുന്ന പോലെ ചേരണം. ഉറപ്പായിട്ടും അമ്മ. പിന്നെ ഞങ്ങളെ വേർപെടുത്താൻ ആരെ കൊണ്ടും പറ്റില്ല. നിങ്ങളെ വേർപെടുത്താനുള്ള ആലോചന ആർക്കുണ്ടാകാനാ മോളെ? ശത്രുക്കള് നമുക്ക് ചുറ്റും എപ്പോഴും ഉണ്ടാകില്ലേ അച്ഛാ? അങ്ങനെയൊന്നും സംഭവിക്കില്ല മോളെ. നിങ്ങൾ അതിനെക്കുറിച്ച് ഒന്നും ആലോചിക്കണ്ട. ശരി അച്ഛാ, എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി മോളെ, സൂക്ഷിക്കുക. ഞങ്ങൾ സുജാതയുടെ വീട്ടിൽ പോയി വസ്ത്രങ്ങൾ കൊടുത്തിട്ട് വരാം. എന്നാ ശരി അമ്മേ.
അവനി, പറയൂ ആന്റി. ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ വന്നതിന് താങ്ക്സ്. അയ്യോ, അതൊന്നും കുഴപ്പമില്ല. മോൾക്ക് വലിയ തിരക്കൊന്നും ഇല്ലെങ്കിൽ നമുക്ക് സുജാതയുടെ വീട് വരെ ഒന്ന് പോയിട്ട് വരാം. ഉം, ശരി ആന്റി. വാ മോളെ, വായട്ടാ. ചില ആളുകളുടെ തലവരെ അങ്ങനെ മണ്ണ് കൈ പിടിച്ചാൽ തങ്കമായിട്ട് മാറും. നമ്മൾ എന്തിലൊക്കെ കൈവച്ചാലും കൈ പൊള്ളുന്നത് മിച്ചം. പൈസ ഉണ്ടാക്കാനുള്ള ഒരു മാർഗം പോലും കാണുന്നില്ലല്ലോ. കാശില്ലാഞ്ഞിട്ട് തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുക. എന്റെ സ്വർണ്ണത്താറാവ് പോലെയുള്ള എന്റെ ആവനി എന്റെ വീട്ടിലായിരുന്നപ്പോ ചിലവിനും കള്ളിനും പുറത്ത് തിന്നേണ്ട ആവശ്യമേ ഉണ്ടായിരുന്നില്ല. ആവനി കല്യാണം കഴിച്ച് ഇവിടുന്ന് പോയതിന് ശേഷമാ ശരിക്കുള്ള കഷ്ടപ്പാട് തുടങ്ങിയത്. അയ്യോ, ആവൻ എവിടെയാണെന്ന് അറിയില്ല. സുജാതയോട് ചോദിച്ചാൽ അവള് പറയേയില്ല. ഇത്തവണ അവർ രണ്ടുപേരും ഒന്നിച്ചുള്ളപ്പോ പിടിച്ചിട്ട് ശരിക്കും ഒന്ന് ചോദിക്കാം. രഹസ്യങ്ങളെല്ലാം പുറത്തേക്ക് കൊണ്ടുവരാം. ഞാൻ വീട്ടിലെത്തുമ്പോഴത്തേക്കും ആവൻ എവിടെ ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ രണ്ടിലൊന്നും തീരുമാനമാക്കാം ഞാൻ. അനിയ, ഒന്ന് വേഗം ഓട്ടോ വിടറാ. നിന്റെ അനിയത്തി ആരാണെന്നുള്ള കാര്യം ഒരുപാട് ദിവസങ്ങളായി അച്ഛനും അമ്മയും ചേച്ചിയോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ചേച്ചി പക്ഷേ ആ കാര്യങ്ങളൊക്കെ രഹസ്യമായി മറച്ചു വെച്ചാ ജീവിക്കുന്നത്. എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ സുജാതയുടെ അനിയത്തിയാണെന്നുള്ള കാര്യം പുറത്തറിയാതെ ഇവിടെ നിന്ന് പുറത്തു പോകണം. മോളെന്തിയാ ആലോചിക്കുന്നേ? ഇതെന്താ നിനക്കറിയാത്ത വീട് പോലെ? ഇതെനിക്ക് അറിയാത്ത വീടല്ലല്ലോ ആന്റി. സുജാത ചേച്ചി എന്നെ അനിയത്തിയായി കണ്ടതിന് ശേഷം ഇതെനിക്ക് ഞാൻ ജനിച്ച വീട് പോലെയാണ്. ഞാൻ ജനിച്ച കാലം തൊട്ടേ ഇവിടെ വളർന്നു വലുതായതുപോലെ മനസ്സിന് എപ്പോഴും അങ്ങനെ തോന്നാറ്. പോകാം, വരൂ. മോളെ സുജാതേ, അവനെ എന്റെ അനിയത്തിയാണെന്ന് ഇവർ അറിഞ്ഞെന്ന് തോന്നുന്നു. അതാവും അവനെയും കൂട്ടി ഇങ്ങോട്ട് വന്നത്. ഇനി എനിക്കൊന്നും അവളെക്കുറിച്ച് മറച്ചു വെക്കാൻ കഴിയില്ല. മോളെന്താ അവിടെ നിന്ന് കളഞ്ഞത്? വരൂ. അവര് പറയുന്നതിന് മുമ്പേ ഞാൻ എല്ലാം തുറന്നു പറയണം. ദേ നോക്ക്, നിങ്ങൾ ഒരു കള്ളിയെ കാണുന്ന പോലെ എന്നെ കാണരുത്. ഇത്രയും കാലം ഞാൻ ഈ രഹസ്യത്തെക്കുറിച്ച് എന്തുകൊണ്ടാണ് പറയാതിരുന്നതെന്ന് വെച്ചാൽ, സുജാത ചേച്ചി, ആന്റിയൊക്കെ എന്തിനാ വന്നതെന്ന് അറിയോ? അതായത് സത്യം അറിഞ്ഞിട്ടില്ലെന്ന സാരം. ധൃതി കാണിച്ചപ്പോ എല്ലാം വായിന്ന് വീണേനെ. എന്താ മോളെ, എന്തോ രഹസ്യാന്നോ അങ്ങനെ എന്തോ പറഞ്ഞല്ലോ? അയ്യേ, അങ്ങനെയൊന്നുമില്ല. എത്ര ഏട്ടാ? 50 രൂപ. 50 രൂപയോ? എന്തോ പറയാൻ വന്നില്ലേ? അതെന്താണെന്ന് പറ. ഒന്നുമില്ല. എന്തോ ഉണ്ട്. അവൻ ഇടയ്ക്ക് കയറിയപ്പോ നീ നിർത്തിയതാ. ഒന്നുമില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ, പിന്നെന്തിനാ വീണ്ടും വീണ്ടും ചോദിക്കുന്നേ? എന്റെ വീടിന്റെ മുമ്പില് കാറോ? നമ്മളത്ര വലിയ VIP ഒന്നും അല്ലല്ലോ. ഏതോ ബെഡാ പാർട്ടി വന്നെന്ന് തോന്നുന്നു. ആരാണെന്ന് നോക്കട്ടെ. അല്ല,
എന്തിനാ? ഈയിടെയായിട്ട് എന്റെ വീട്ടിലേക്ക് ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടല്ലോ. നിന്റെ കാര്യം വീട്ടിൽ പോയി എല്ലാവരും അറിഞ്ഞതുകൊണ്ട് ധൈര്യമായിട്ട് വരാമല്ലോ മോളെ. എന്ന് കരുതി വീണ്ടും വീണ്ടും ഈ വീട്ടിലേക്ക് കയറി വരാൻ ഞാൻ ആർക്കും അനുമതി നൽകിയിട്ടില്ല. അങ്ങനെ പറയരുത് സുജാതേച്ചി. ഇന്ന് നിങ്ങളുടെ അമ്മയുടെ ജന്മദിനം ആയതുകൊണ്ട് നിങ്ങൾക്ക് വസ്ത്രം തന്നു പോവാൻ വന്നതാ. നേരെ വീട്ടിലോട്ട് കയറി ചെല്ലാതെ വന്നതാരാണെന്ന് ആദ്യം ജനാല വഴി ഒന്ന് നോക്കിയേക്കാം. നിങ്ങൾക്കുള്ള വസ്ത്രം വാങ്ങാൻ പോയപ്പോ എന്നെ ഇവര് കൊണ്ടുപോയിരുന്നു ചേച്ചി. ഇതിനു മുമ്പ് നിങ്ങൾക്കിടയിൽ എന്താ സംഭവിച്ചതെന്ന്, ശിവരാത്രിയുടെ അന്ന് എല്ലാ കാര്യങ്ങളും ഞാൻ അറിഞ്ഞതുകൊണ്ട് നിങ്ങളോടുള്ള സ്വാതന്ത്ര്യം വെച്ച് ഞാനൊരു കാര്യം പറഞ്ഞാൽ കേക്കോ? നിങ്ങളെന്ന് വെച്ചാ നിങ്ങളുടെ അമ്മാവനും അമ്മായിക്കും വലിയ ഇഷ്ടമാ ചേച്ചി. എന്റെ അനുജത്തിയെ ചെറിയ പ്രായത്തിൽ നഷ്ടപ്പെട്ടതുകൊണ്ട് എന്റെ അളിയൻ ഞങ്ങളെ തെറ്റിദ്ധരിച്ചത് ഓർമ്മ വരുമ്പോഴെല്ലാം ഹൃദയത്തിൽ തീ കോരിയിട്ടതുപോലെ തോന്നും മോളെ. ഈ രണ്ട് കട്ടൗട്ടും എവിടെയാ വെച്ച് ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. എന്റെ മോളെ ഞാൻ തറയിൽ വെക്കാതെയാ വളർത്തിയത്. ദൈവം പക്ഷേ എന്റെ മകൾക്ക് ഒരു ഹൃദ്രോഗം കൊടുത്തു. ഏട്ടാ, പറ്റുന്ന എന്തെങ്കിലും സഹായം ചെയ്തു കൊടുക്ക. ഇതാ ഈ 10,000 വെച്ചോ. ഇതും വാങ്ങിച്ചു വിടുന്ന് പോ. ഇനി മേലെ ഇങ്ങോട്ടേക്ക് വന്നേക്കരുത്. ഓർമ്മ വന്നു. അവരെന്റെ വീട്ടിലേക്ക് എന്തിനായിരിക്കും വന്നത്? ഈ വീട്ടുകാരുമായിട്ട് അവർക്കെന്താ ബന്ധം? നിന്റെ അമ്മാവനും അമ്മായിയായി ആദ്യമായിട്ടല്ലേ വസ്ത്രങ്ങൾ തരുന്നത്. വാങ്ങിക്കും മോളെ. ഇത്ര വലിയ റിച്ച് ടീംസ് എന്റെ സുജാതയുടെ അമ്മായിയും അമ്മാവനുമാണെന്നോ? മോളെ ഇത് വാങ്ങ്. ഇത്തരം സന്ദർഭങ്ങളിൽ ഇങ്ങനെ നിൽക്കരുത്. വാങ്ങിക്കൊടു സുജാതേച്ചി. സുജാത ചേച്ചിയോ? വാങ്ങിക്കുമോളെ. മോളിത് വാങ്ങിച്ചപ്പോ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷായി മോളെ. അനിയത്തി എവിടെയാണെന്ന് പറഞ്ഞാ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയി അവൾക്കും ഡ്രസ്സ് കൊടുത്തിട്ട് വരാം. അനിയത്തി അടുത്ത് തന്നെ ഉണ്ടല്ലോ. എന്റെ അനിയത്തിയെ കുറിച്ച് ഒന്നും ചോദിക്കരുത്. എനിക്കിപ്പോ അവളെ കുറിച്ച് ഒന്നും പറയാൻ കഴിയില്ല. ചേച്ചിയും അനിയത്തിയും കൂടെ ചേർന്ന് ഈ പെർഫോമൻസ് എന്തിനാണാവോ സീൻ ഉണ്ടാവുന്നവരെ നമ്മൾ എന്തായാലും ഇടയിൽ കയറാൻ പാടില്ല. ഇനി എന്തൊക്കെ അറിയാൻ കിടക്കുന്നു. നിന്നോട് എത്രയൊക്കെ ചോദിച്ചാലും നിന്റെ അനുജത്തെ കുറിച്ച് പറയാതെ മാറി നിൽക്കല്ലേ. ഞങ്ങൾക്ക് ഒരുപാട് വിഷമമുണ്ട് മോളെ. നിന്റെ അനിയത്തി വലിയ വീട്ടിലെ മരുമകളായിന്ന് ഞങ്ങളോട് പറഞ്ഞപ്പോ തൊട്ട് അവളെ ഒന്ന് കാണാൻ വേണ്ടി ഞങ്ങൾ രണ്ടാളും വല്ലാതെ കൊതിക്കുന്നുണ്ട് മോളെ. അവളെ കാണാൻ എങ്ങനെയായിരിക്കുമെന്ന് നേരത്തെ എൻ്റെ മകൻ പറഞ്ഞപ്പോ അവളെ ശരിക്കൊരു സുന്ദരിക്കുട്ടിയായിരിക്കുമെന്ന് ഞങ്ങൾക്ക് ചിന്തിച്ചപ്പോൾ മനസ്സിലായി മോളെ. അവളെ ഒരു നോക്ക് കാണാനുള്ള ഭാഗ്യം പോലും നീ ഞങ്ങൾക്ക് തരുന്നില്ലല്ലോ മോളെ. നീ ഇനി പറഞ്ഞില്ലെങ്കിലും എന്തെങ്കിലും ഒരിക്കല് നിന്റെ അനുജത്തിയുടെ കാര്യം ഞങ്ങൾ അറിയില്ലേ മോളെ. അയ്യോ, എന്തായി കൺഫ്യൂഷൻ. എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നുണ്ടല്ലോ. സുജാതേച്ചിയുടെ അനിയത്തെക്കുറിച്ച് അറിയുന്ന ദിവസം നിങ്ങൾക്ക് നേരിട്ട് വസ്ത്രങ്ങൾ കൊടുക്കാം. ഇപ്പൊ പക്ഷേ സുജാതേച്ചിയെ ഏൽപ്പിച്ചാ മതി. ചേച്ചി അവരുടെ അനിയത്തിക്ക് കൊടുത്തോളും. ഞങ്ങളെ കുറിച്ച് പറഞ്ഞ് ഈ വസ്ത്രങ്ങള് അനിയത്തിക്ക് കൊടുക്കണേ മോളെ.
സൗമ്യ ഇപ്പൊ അകത്തേക്ക് പോവും. ചെറിയമ്മേനെ വിളിക്കും. അപ്പോ ഭണ്ഡാരം പൊളിഞ്ഞു തകരും.